ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരു പാനിപ്പൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാനിപ്പൂടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബോണസ് ടിപ്പ് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെല്ലിൽ ഓൾ ബട്ടൺ ഞെക്കാൻ മറക്കരുത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ള് സോഡാപ്പൊടി. ഇനി നമുക്ക് ഇത് വെള്ളമൊഴിച്ച് കുറേശ്ശെ വെള്ളമൊഴിച്ച് അധികം വെള്ളം ആവാതെ ഒരുവിധം കട്ടിയായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അങ്ങനെ നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലൊരുവിധം കട്ടിയിൽ കുഴച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് പരത്തിയെടുക്കാൻ നന്നാവുള്ളൂ. ഇതേപോലെ നമുക്ക് കുഴച്ച് വയ്ക്കണം. ഇനി ഒരു 20 മിനിറ്റ് നേരം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ റവയൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു തുണി നനച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാന് അടപ്പത്ത് വയ്ക്കാം. ഞാനൊരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു സബോള കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ ചുവപ്പാവുന്നവരൊന്ന് ഇളക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ഉള്ളി ഒരുവിധം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെല്ലാം കൂടെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ചാട്ട് മസാലയാണ് ഒരു 1/4 ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചാട്ട് മസാല നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരുടെയും മേടിക്കാൻ കിട്ടുന്നത് ആണ് ചാട്ട് മസാല. ഇനി 2 ഉരുളൻകിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. 2 ഉരുളൻകിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഈ മസാല അധികം ചേരുവകളൊന്നുമില്ല, വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഈ മസാല അങ്ങനെ നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പാത്രത്തിലേക്ക് പാർത്തി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്നി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിന ഇല നമുക്ക് നന്നായി കഴുകി ഇട്ട് കൊടുക്കണം. ഇനി വന്നിട്ട് 2 വെല്ലം ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് പുളിയും മധുരമൊക്കെ വേണം. ഒരു 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല വെള്ളം പോലെ ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ചട്നി വന്നിട്ട് വളരെ ടേസ്റ്റിയാണ്. കുറച്ച് പുളിയും കുറച്ച് മധുരവും. ഇനി നമ്മൾ കുറച്ച് പുളിയാണ് ഇതിലൊഴിച്ച് കൊടുക്കുന്നത്.
പുളി ഒഴിച്ചു. ഇതേമാതിരി നമുക്ക് ഈ ചട്നി നല്ല പോലെ ലൂസാക്കി എടുക്കണം. ഇത് ഒരു മധുരവും പുളിയും കൂടി ചേർന്ന ചട്നിയാണ്. ഇത് ഇതേമാതിരി ആക്കിയെടുത്താലാണ് നമുക്ക് പാനിപ്പൂരിയുടെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയും ചേർന്ന് വരുമ്പോൾ കഴിക്കാൻ വളരെ ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ കുറച്ച് ഒന്നും വേണ്ട, മാവ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ പരത്തിയെടുക്കണം. ഇങ്ങനെ തന്നെ പരത്തിയെടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതേമാതിരി നല്ല പോലെ പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പോഴാണ് നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പായി കിട്ടും, വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടും. ഇത് നമുക്ക് വീടുകളിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതേമാതിരി ഒരു വട്ടത്തിലുള്ള ഇതെടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇതേമാതിരി മുറിച്ചെടുക്കാം. റൗണ്ടായിട്ട് നമുക്കെല്ലാം മുറിച്ച് മാറ്റാം. ഇനി നമുക്ക് ഇതിൽ ബാക്കി വന്ന മാവ് നമുക്ക് ഇതേമാതിരി ഇങ്ങോട്ട് അടത്തിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തുണി നനച്ചിടണം. ഒരു തുണി നനച്ചിട്ടിട്ട് നമ്മൾ ഈ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. തുണിയിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയ നനവ് അതുമേ വേണം, അപ്പോഴാണ് നന്നാവുള്ളൂ. ഒരു മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ ഇത് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടി ഒരു ചട്ടി അടപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഓയിൽ നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതേമാതിരി ഓരോ പൂരികളായിട്ട് നമുക്കിട്ട് കൊടുക്കണം. എനിക്ക് പറയാനുള്ള ബോണസ് ടിപ്പ് ഇതാണ്. നമ്മൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ നനഞ്ഞ തുണിയിൽ ഇട്ട് നമ്മൾ ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ പൂരി നല്ല പോലെ വീർത്ത് നമ്മൾ അതെടുത്ത് കയ്യിലെടുക്കുമ്പോൾ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോഴാണ് നമ്മുടെ ഈ പാനിപ്പൂരി വളരെയധികം ടേസ്റ്റായിരിക്കും. പൊട്ടിച്ച് നമ്മളതിൻ്റെ മസാലയൊക്കെ നിറച്ച് അതിൽ നമ്മൾ മധുരമുള്ള വെള്ളം പുളിയുള്ള വെള്ളം കൂടി ചേർത്ത് കുറച്ച് സോസും കൂടി ഇതിലൊഴിച്ച് കഴിക്കുമ്പോൾ കുട്ടികൾക്കായാലും ഇപ്പോൾ മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല പോലെ ഒന്നും മൊരിഞ്ഞ് ചോപ്പായി വരണം. അങ്ങനെ നമ്മുടെ പാനിപ്പൂരി എല്ലാവരും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതേമാതിരി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതെങ്ങനെ നിറയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഒരു ടീസ്പൂണ് ഇതിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ ഒരു ടീസ്പൂണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ചട്നി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് സോസും കൂടി സൈഡിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ കുട്ടികൾ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് കഴിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. നമ്മുടെ ചാനലിൽ വേറെ റെസിപ്പികളുണ്ട്, സ്മൂത്തികളും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.